നമസ്കാരം. പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതിനിടെ അമേരിക്കയോട് ഇടഞ്ഞിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട എന്ന് അമേരിക്കയ്ക്ക് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം അടുത്തഘട്ട ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ഇറാൻ ഇതുവരെയും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. വെടിനിർത്തലിന് ഇടയിലും ഇറാന്റെ കപ്പലുകൾക്ക് അമേരിക്ക നാവിക ഉപരോധം ഏർപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണം. പാക് പ്രധാനമന്ത്രിയും ഇറാൻ പ്രസിഡന്റും തമ്മിൽ, പാക് ഇറാൻ വിദേശകാര്യ മന്ത്രിമാർ തമ്മിലും, പാകിസ്ഥാനിലെ ഇറാൻ അംബാസഡർ വഴിയും പാക് സൈനിക മേധാവി അസീം മുനീർ ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചുവെല്ലാം, ചർച്ച നടത്തിയതെല്ലാം. എന്നാൽ തിരക്കിട്ട ശ്രമങ്ങൾ നടന്നു. ഒടുവിൽ ചർച്ചയ്ക്കായി അമേരിക്കൻ സംഘം എത്തുമെന്ന് അറിയിച്ചുവെങ്കിലും ഇറാൻ ഇതുവരെ അയഞ്ഞിട്ടില്ല. ഹോർമുസിലെ നാവിക ഉപരോധം കുരുക്കാക്കുമെന്നാണ് പാകിസ്ഥാൻ അമേരിക്കയെ ധരിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഹോർമുസിൽ അമേരിക്ക തങ്ങളുടെ കപ്പൽ പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ ഉടനടി തിരിച്ചടിക്ക് സജ്ജമായിരുന്നു എന്നും ജീവനക്കാരും കുടുംബാംഗങ്ങളും കപ്പലിലുള്ളതിനാൽ ഒഴിവാക്കി എന്നുമാണ് ഇറാൻ സേന വ്യക്തമാക്കുന്നത്. കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടി നൽകും എന്നു തന്നെയാണ് ഇപ്പോഴും നിലപാട്. എന്തായാലും നാവിക ഉപരോധം നീക്കാതെ ഇറാൻ ചർച്ചയ്ക്ക് വഴങ്ങില്ല. അതിനിടെ ഇറാന്റെ നേതൃത്വത്തിൽ ഭിന്നതകൾ സംബന്ധിച്ചും വിവിധ റിപ്പോർട്ടുകൾ ഉണ്ട്. ഹോർമോസ് തുറന്നതായി പ്രഖ്യാപനം നടത്തിയ ശേഷവും പിന്നീടും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി എക്സ് പേജിൽ 2 ദിവസമായി കുറിപ്പുകളില്ല. മറ്റു നേതാക്കളാണ് പ്രസ്താവന നടത്തുന്നത്. എന്തായാലും ചർച്ച നടന്നാലും വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടുകളിലേക്ക് ഇറാൻ നീങ്ങിയേക്കുമെന്ന സൂചനകൾ നൽകുന്നതാണ് ഇത്. ചർച്ചയ്ക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇറാനെ തകർത്തു കളയുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഇതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് സൗദിക്ക് കൂടുതൽ ശക്തമായ സഹകരണവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി സംസാരിച്ചു. ഇറാനുമായുള്ള സംഘർഷത്തിൽ അമേരിക്ക ബഹുദൂരം മുന്നിലാണ് എന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അവകാശവാദവുമായി രംഗത്തെത്തിയത്. ഞാൻ ഒരു യുദ്ധം ജയിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ നന്നായി പോകുന്നുണ്ട്, നമ്മുടെ സൈന്യം അത്ഭുതകരമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്, ഇറാന്റെ സൈനിക ശേഷി തകർന്നുവെന്നും അവരുടെ നാവികസേന പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു എന്നും വ്യോമസേനയാണെങ്കിൽ ഒളിവിലാണ് എന്നുമായിരുന്നു. ഇതിൽ പ്രധാനം US-ന്റെ ഉപരോധമാണ്. അത് ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഒരു കരാർ ഉണ്ടാകുന്നതുവരെ ഉപരോധം തുടരുമെന്നും അവർക്ക് പ്രതിദിനം $500 മില്യൺ നഷ്ടമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായി താൻ ഉണ്ടാക്കിയ കരാർ 2015-ലെ ആണവ കരാറിനേക്കാൾ ശക്തമായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ഇതുവരെ ഉള്ളതിനേക്കാൾ ഏറ്റവും മോശമായ കരാറായിരുന്നു മുമ്പുണ്ടായിരുന്നതെന്നും വിമർശിച്ചു. തന്റെ ഇടപെടൽ ഇല്ലായിരുന്നു എങ്കിൽ ഇസ്രയേലിനും US സൈനിക താവളങ്ങൾക്കും ഭീഷണിയാകുവാനുള്ള ആണവായുധങ്ങൾ ഇറാൻ വികസിപ്പിക്കുമായിരുന്നുവെന്നും ഇനി ഒരു കരാർ ഉണ്ടാവുകയാണ് എങ്കിൽ അത് സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പു നൽകിയായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അതേസമയം ഇറാൻ 2ാം ഘട്ട ചർച്ചകളിൽ നിന്നും പിന്മാറിയേക്കുമെന്ന സൂചനകളുമുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ചരക്കു കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതും ഹോർമുസിൽ തുടരുന്ന തർക്കങ്ങളുമാണ് ഇറാനെ ചർച്ചയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അമേരിക്കയുടേത് പ്രകോപനപരമായ നടപടികളാണ് എന്നും വെടിനിർത്തൽ കരാർ അമേരിക്ക ലംഘിക്കുകയാണ് എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ ഏപ്രിൽ 22-നാണ് അവസാനിക്കുന്നത്.